ഹലോ അസ്സാം വലൈക്കും. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ല? എനിക്ക് സുഖമാണ്, അൽഹംദുലില്ലാ. പിന്നെ എല്ലാവർക്കും വീട്ടിലുള്ള എല്ലാവർക്കും സുഖമാണ്. അപ്പം ഇന്നലെ ഞാൻ പിന്നെ തോൽപ്പെട്ടി പോയതാണ് കേട്ടോ. അപ്പോൾ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോൻ അവിടെ നിന്നാണ് കല്യാണം കഴിച്ചിരുന്നത്. അപ്പോൾ ഓളിവിടെ വന്നിട്ടില്ല. ഞാൻ വന്നതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഓൾ പറഞ്ഞ് എല്ലാവരും കൂടി ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞ് അങ്ങനെ പോവുകയാണ് കേട്ടോ. നല്ല സ്ഥലമല്ലേ തോൽപ്പെട്ടി. അപ്പോൾ തോൽപ്പെട്ടിയിലുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ അപ്പം നല്ല രസമായിട്ട് ഇങ്ങനെ ഞങ്ങൾ പോകാം. ഞാൻ പിന്നെ ഇത്താത്താൻ്റെ മോള്, ഉമ്മാൻ്റെ അനിയത്തി, പിന്നെ മോന് കുട്ടികളുമാണ് പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഉമ്മാനെ വിളിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന്. അപ്പോൾ കുറച്ച് ദൂരമുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ ഉച്ചക്കാണ് പോയത്. ഫുഡ് കഴിക്കാനാകുമ്പോഴാണ് ഞങ്ങൾ എത്തിയത് കേട്ടോ. രാവിലെ അവിടുത്തെ ജോലിയെല്ലാം കഴിഞ്ഞു അങ്ങനെ പോയി. അപ്പോൾ ഞങ്ങളെപ്പോലെ ആരെങ്കിലും ഉണ്ടോ പറയാം. വൈക്കൊരു ചെറിയ മാങ്ങയില്ലേ, നമ്മൾ റോഡ് സൈഡിലെല്ലാം ഉണ്ടാവും വലിയൊരു പിന്നെ മരമായിട്ട് ചെറിയൊരു നല്ല മധുര മാങ്ങ ഉണ്ടല്ലോ. അത് കണ്ടപ്പോൾ നിർത്തി മരുവനെ അതെല്ലാം പെറുക്കി കഴിച്ച് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തിനേലും ഒരു മാനിനെങ്കിലും കാണണമെന്ന്. മാനിനല്ല കണ്ടത്, നല്ല അടിപൊളി ഒരു കാട്ടുപോത്തുണ്ടായി കേട്ടോ റോഡ് മുറിച്ച് കിടക്കാൻ. അവ്വാച്ചിക്ക് എന്തോ ക്ഷീണമായിട്ട് എൻ്റെ കൂടെ അതങ്ങനെ കിടക്കുന്നു. അപ്പം ഞങ്ങളിങ്ങനെ പോവാണ്. പിന്നെ ഇവിടെ ഒരു ഉണ്ണിയപ്പമുണ്ട്. അപ്പോൾ അത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോയിട്ട് വരുമ്പോൾ വാങ്ങാമെന്ന് പറയുമ്പോൾ അത് ആ കടയാണ്. അവർ പറഞ്ഞു അത് കഴിഞ്ഞു എന്ന് പറഞ്ഞ്. പിന്നെ നമ്മൾ ദുഃഖത്തോടെ ആ ഉണ്ണിയപ്പം തിന്നാതെ വന്നു കേട്ടോ, ടെൻഷനായിട്ട്. ഇപ്പോൾ ഇത് കണ്ട നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോകുന്നത്. കാട്ടുപോത്ത് കണ്ട റോഡ് മുറിച്ച് കിടക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് മുന്നോട്ട് വണ്ടി നിർത്തിയിട്ട് വെയിറ്റ് ചെയ്തപ്പോൾ അത് റോഡ് മുറിച്ച് കടന്നു. നല്ലൊരു സാധനമായിരുന്നു. പിന്നെ വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങി. പിന്നെന്താ പറയാനുള്ളത്, പിന്നെ അവിടെ പോയി എല്ലാവരും ഉണ്ടായിന്. അപ്പോൾ ഓളുണ്ടാക്കിയത് ഞാൻ പറഞ്ഞു എനിക്ക് സാദാ ചോറ് മതിയെന്ന്. ഞാൻ ഉച്ചക്ക് മാത്രമേ എപ്പോഴും പറയുമ്പോൾ തന്നെ ഞാൻ കഴിക്കാറുള്ളൂ. രാത്രി ഇല്ല, രാവിലെ ഇല്ല. രാവിലെ ഒരു ദോശ അല്ലെങ്കിൽ ഒരു ചായ അങ്ങനെയെല്ലാം കഴിക്കാറ് കേട്ടോ. രാത്രി ഞാൻ ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് ഒരു ദിവസം കഴിച്ചിട്ടുള്ളത്. ബാക്കി ഒരു ദിവസം ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഇതെല്ലാമാണ്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു നീ ഒന്നും ഉണ്ടാക്കണ്ട, സാധാ ചോറ് ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഓള് നാടൻ കോഴി വാങ്ങി. ഒപ്പിച്ച് ഉണ്ടായിട്ടില്ല കേട്ടോ. ഒപ്പിച്ച് ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 കോഴിനെല്ലാം വാങ്ങി കൊടുത്തിട്ടാണ് പോയിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ നല്ല ഓള് നാടൻ കോഴി, മോര് കറി, കുമ്പളങ്ങ കറി, നെയ്ച്ചോറ് പിന്നെ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നെയ്ച്ചോറ്, പിന്നെ പപ്പടം, കണ്ണിമാങ്ങ അച്ചാർ, ഈത്തപ്പഴ അച്ചാർ. അപ്പോൾ അടിപൊളിയായിരുന്നു ഫുഡെല്ലാം. അപ്പോൾ ഞാൻ നാടൻ കോഴി മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉളപ്പിച്ച് നാടൻ കോഴി വാങ്ങിക്കൊടുത്തത്. ബിരിയാണി ഒന്നും വേണ്ടാന്ന് പറഞ്ഞ്. ആവൂല ബിരിയാണി കഴിക്കാൻ. അപ്പോൾ ബിരിയാണി ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഇതല്ലോ ഓള് അവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓള് ഇപ്പോഴും പഠിക്കുകയാണ്. അവൾക്കൊരു മോളുണ്ട്, എന്നാലും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓൾ. അപ്പോൾ അവിടെ നിന്നാണ് ഓളിപ്പോൾ പഠിക്കുന്നത്. ഓന് ഗൾഫിൽ പോയപ്പോൾ അങ്ങോട്ട് പോയതാണ്. ഓൻ വന്നാൽ ഇവിടെ വരും. പിന്നെ ഇപ്പം നാളെ വരും കേട്ടോ. നാളെ ഇവിടെ ഞാൻ പറഞ്ഞു 14-ാം തീയതി ഇത്താത്താൻ്റെ മോളെ കല്യാണമാണ്. അതുകൊണ്ട് ഓള് നാളെ ഇങ്ങോട്ട് വരും. അപ്പോൾ ഇവിടെ നല്ല രസമാണ്. അടുത്തടുത്ത് വീടും കാര്യങ്ങളും എല്ലാം ആയിട്ട് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഓളെ വീട്ടിലോട്ട് കയറിക്കൊണ്ട് നിൽക്കുകയാണ്. ഇതാണ് ഓളെ വീട്. അപ്പോൾ അവ്വാച്ചി ഓടിപ്പോയിട്ട് ഊഞ്ഞാലിലിരുന്നീന് കേട്ടോ. എല്ലാവരും നല്ല ചൂടല്ല, നല്ല ക്ഷീണിച്ചിട്ടും ഉണ്ടായിരുന്നു. അതാണ് എൻ്റെ റോസ് നെയ്ച്ചിട്ടതാണ് എൻ്റെ ആങ്ങളുടെ ഓള്. അപ്പുറം ഓളെ ഉപ്പാൻ്റെ ഭാര്യ, ഓളെ ഉമ്മയല്ല, ഓളെ ഉമ്മ മരിച്ചതാണ്. ഉപ്പ 2ാമതും കല്യാണം കഴിച്ച ആചർത്താത്തേന് നല്ല സ്വഭാവമാണ്, ഒരു കുഴപ്പമില്ല. ആചർത്താത്താൻ്റെ മോളാണ്. അപ്പോൾ ഇതാണ് വീട്. അപ്പോൾ ഇതാ കോഴി നല്ല വെന്തും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓളെ എടുത്തു തന്നതാണ്. അപ്പോൾ കോഴിൻ്റെ കഥ ഒന്നും പറയണ്ട. കോഴി
കൂട്ടിൽ അറക്കാൻ നോക്കുമ്പോൾ കൂട്ടിൽ കോയില്ലോലെ. അങ്ങനെ പിന്നെ എവിടുന്നൊക്കെ തപ്പി പിടിച്ച് അതിനെ കിട്ടി. ഞങ്ങൾ വരാൻ നേരത്തെ ഫുഡ് ഉണ്ടാക്കിയത്. പിന്നെ നല്ല കുമ്പളങ്ങ കറി, നല്ല നെയ്ച്ചോറ് എല്ലാം ഉണ്ട്. പിന്നെ ഇതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ ഓളെ അമ്മായിൻ്റെ കൂടെ പോയിട്ടോ. ഓളെ കുടുംബങ്ങൾ മൊത്തം അവിടെയാണ്, എല്ലാവരോടും പോയിട്ടില്ല, എനിക്കൊട്ടും വയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അമ്മായിൻ്റെ കൂടെ സായി എന്തായാലും നമുക്ക് പോയിട്ടൊന്ന് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇതാണ് ഓളെ ബേക്ക് സൈഡ് കണ്ട് എടുത്തെടുത്ത് വീടാണ്. ഇവരെല്ലാ മതിലിൻ്റെ അവിടെയും നമ്മൾ നെറ്റ് കെട്ടി കൊടുത്തിട്ടുണ്ട്. മതിൽ കെട്ടാൻ പറ്റുന്നവർ കെട്ടിയിട്ടുണ്ട്, അല്ലാത്തവർ എല്ലാവരും ഇങ്ങനെ നെറ്റ് കെട്ടിയിട്ട് അപ്പുറം മറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് റോഡെല്ലാം നല്ല ഇതെല്ലാം. ഞങ്ങൾ കാണാൻ വരുമ്പോൾ ഒരു കുഞ്ഞ് സ്ഥലമായിരുന്നു, ഇത്ര വീടും കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം വീടും കാര്യങ്ങളും. നേരെ സൈഡിൽ തന്നെ ഒരു കട ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇവിടുത്തെ വിശേഷം. ഇതാണ് വീട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കയറി. നമ്മൾ ചെറുത് അവിടെ ഇരുന്നിട്ട് ഭയങ്കര ചൂടാണ്. അപ്പോൾ അവിടെ ഇരുന്ന് പിന്നെ ഞങ്ങൾ ചോറെല്ലാം കഴിച്ചു. അപ്പോൾ നല്ല റംബുട്ടാനുണ്ട്, പക്ഷെ ആയിട്ടില്ല. പിന്നെ അരിനെല്ലിക്ക ഉണ്ടായിരുന്നു, അത് കുറേ പറിച്ചു നമുക്ക് ഉപ്പിലിട്ടേക്കാൻ. പിന്നെ വേറൊരു കായ ഉണ്ടായിരുന്നു, അത് എനിക്ക് പേരറിയില്ല, അതോളം അമ്മായിൻ്റെ കൂടെ ആയിരുന്നു. പിന്നെ അമ്മായി പറഞ്ഞ് അപ്പോൾ എല്ലാം പറിച്ചിട്ട് പൊക്കുമെന്ന് പറഞ്ഞ്. എല്ലാവർക്കും ഭയങ്കര നല്ല സ്വഭാവമാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഓളെ അമ്മായിൻ്റെ കൂടെ പോവുകയാണ് കേട്ടോ. എൻ്റെ സൗണ്ടിന് എന്തോ ഒരു വ്യത്യാസമുണ്ട്, ഒന്നും വിചാരിക്കേണ്ട. പിന്നെ കുറേ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ താത്ത റെക്കോർഡ് വേറെ ഇത് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തന്നെ റെക്കോർഡ് കൊടുക്കലുണ്ട്. പക്ഷേ ഇവരെല്ലാം സൗണ്ട് കൊണ്ട്. ഇതാണ് എൻ്റെ ഉമ്മാൻ്റെ അനിയത്തി, ഇതെൻ്റെ മോള്. ഓരോന്ന് കാണിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുക്കുമ്പോൾ ഓൾക്ക് നല്ല ഇഷ്ടമാട്ടോ വീഡിയോ എടുക്കുന്നത്. ഇത് ആങ്ങളുടെ ഓൾക്ക്. അപ്പം എൻ്റെ ആങ്ങളുടെ ഓൾ എന്ന് പറയുന്നത് എൻ്റെ മരുമോൻ്റെ ഏട്ടനും കൂടിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല എൻ്റെ മോളെ കുടുംബത്തിൽ തന്നെയാണ് കെട്ടിച്ചത് എന്ന്, ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോനെ തന്നെയാണ് കെട്ടിച്ചത് എന്ന്. അത് അക്കച്ചി. അപ്പോൾ എല്ലാവരും ചാമ്പൊക്കെ, അപ്പോൾ ഞാൻ കുട്ടികൾക്ക് ചാമ്പൊക്കെ പറിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇവിടെ ഈ ഏരിയയിൽ മൊത്തം പാവങ്ങളാണ്. പിന്നെ എല്ലാവരും ഇങ്ങനെ അന്നാന്ന് കൂലിപ്പണി എടുത്തിട്ട് കൂലിപ്പണി എടുത്തിട്ട് പിന്നെ ജീവിക്കുന്ന വ്യക്തിയാണ് കേട്ടോ എല്ലാവരും. പക്ഷേ അവർക്ക് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്നേഹമുണ്ട് കേട്ടോ എല്ലാവരോടും. അപ്പോൾ ഫുഡ് ഞാൻ പിന്നെ അങ്ങ് കിട്ടുന്നത് എല്ലാം. ഇനിയിപ്പോൾ കല്യാണം ഞാനിന്ന് മലപ്പുറം പോകണമെന്ന് വിചാരിച്ചതാണ് പള്ളിയിൽ, പക്ഷെ പോകാൻ പറ്റിയില്ല. മറ്റന്നാൾ കല്യാണം ആയതുകൊണ്ട് കുട്ടികൾക്ക് ഇന്നലെ പോയിട്ട് തന്നെ എല്ലാത്തിനും തലവേദനയുള്ള അത്രയും ചൂടാണ്, യാത്ര ചെയ്യാനെല്ലാം ഇപ്പം ബുദ്ധിമുട്ട് ഉച്ചക്കെല്ലാം. അപ്പം ഞാൻ പറഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് സമാധാനത്തിൽ പോകാമെന്ന് പറഞ്ഞ്. അപ്പം ഞാനും കുഞ്ഞാമ്മയും മരുവനും നേരത്തെ ഫുഡ് കഴിച്ചു. എനിക്ക് ഭയങ്കര വിശപ്പുണ്ടായിരുന്നു, ഞാൻ രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ മൂന്നാളാണ് ആദ്യം കഴിക്കുന്നത് കേട്ടോ. ഞാനോ ഉമ്മാൻ്റെ അനിയത്തിയോ കുഞ്ഞാമാൻ്റെ മോൻ തന്നെയാണ് എൻ്റെ മരുവൻ ആഷിപ്പ്. ഞങ്ങൾ മൂന്നാളും വേഗം കഴിച്ചു കേട്ടോ. പിന്നെ കുട്ടികളെല്ലാം പിന്നെയാണ് ഇരുന്നത്. അങ്ങനെ ഞങ്ങൾ അമ്മായിൻ്റെ അവിടെ നിന്ന് നെല്ലിക്ക പറിക്കാൻ പോവുകയാണ് കേട്ടോ. നെല്ലിക്ക പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ അട്ടൻ്റെ കളി. അവിടെ മഴ പെയ്തുകൊണ്ടേ ഭയങ്കര അട്ട ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ തോൽപ്പെട്ടിയിലുള്ള എൻ്റെ ഏതെങ്കിലും സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ. നിങ്ങളെ സ്ഥലം അടിപൊളിയാണ്, ഒന്നും പറയാനില്ല, അടിപൊളിയാണ് കേട്ടോ. നിങ്ങളെ സ്ഥലം മാത്രമല്ല അവിടുത്തെ ആൾക്കാരും എല്ലാം നല്ല സ്വഭാവം തന്നെയാണ്. സ്നേഹം തരാൻ ഒരു മടിയും കാണിക്കാത്ത ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ഞാനും ആങ്ങളുടെ ഓളും അസ്കറിൻ്റെ ഓളും ഇത് പറിക്കുകയാണ് കേട്ടോ. നല്ലുണ്ടെന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട് കഴിക്കാനും. ഇതിനെന്താ പറയണതെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം വിശേഷങ്ങൾ. എനിക്ക് സുഖമാണ്. അപ്പോൾ എല്ലാവരും കാണിച്ച് വീഡിയോ എടുക്കണം എന്ന് പറയുമ്പോൾ ഒരാളുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഞാൻ ഒരുമിച്ച് കുടുംബങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. വീഡിയോ ഓരോന്നായിട്ട് വരും. ഇനിയിപ്പോൾ നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ ഇത്താതാൻ്റെ മോളെ കല്യാണം ആയതുകൊണ്ട് ആ തിരക്കും കാര്യമാണ്. അത് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും.
അപ്പോൾ ഈ നെല്ലിക്ക ഞാൻ എന്തോ ഒരു പേര് പറഞ്ഞു മറന്നുപോയി. ഇതറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതെന്താ സാധനം എന്ന്. ഇവർക്ക് പിന്നെ കുറച്ച് സ്ഥലവും കാര്യവും ഉണ്ട്, അതിലെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ചക്ക എല്ലാം വേണമെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചക്ക വേണമെന്ന്. ചക്ക നമ്മൾ ഈ എസ്റ്റേറ്റിൽ തന്നെ ഒരുപാടുണ്ട്, അപ്പോൾ അവിടെ നിന്ന് പറിക്കലാണ്. അപ്പോൾ മോള് പറയണം ഉമ്മാക്ക് ചക്കയും വാങ്ങിക്കൂടെ, നമുക്ക് വണ്ടിയിലിടാമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. അപ്പോൾ എന്ത് തരാനും എല്ലാം ഇതാണ് സാധനം കേട്ടോ. അപ്പോൾ ആങ്ങളെ പിന്നെ കവറില്ലാത്തതുകൊണ്ട് ഓളെ തട്ടത്തിലിട്ടത്. അങ്ങനെ പിന്നെ ഞങ്ങൾ വല്ലോണ്ട് യാത്രയെല്ലാം പറഞ്ഞ് സലാമെല്ലാം പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് നമ്മളെ നാട്ടിലോട്ട് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. ഇതാണ് എല്ലാവരും ഇവിടെ പാവപ്പെട്ടവരാണ് കേട്ടോ എല്ലാവരും. പിന്നെ എടുത്തെടുത്ത് വീടാണ്, ഫുള്ള് കാപ്പിത്തോട്ടാണ്. പിന്നെ ഇവിടെ ആനയും കാര്യങ്ങളും എല്ലാം വരും കേട്ടോ. ചക്കൻ്റെ സമയമായാലും ആനകളെല്ലാം ഇറങ്ങും. അത്രയും നല്ല സ്ഥലങ്ങളാണ്. ഇതിൻ്റെ അപ്പുറം ഒരു റിസോർട്ടുണ്ട്. ഓള് പറയാണ് സായിക്ക് സമയമുണ്ട് നമുക്ക് അവിടെ പോകാമായിരുന്നെന്ന്. എനിക്ക് സമയമില്ല, പിന്നെന്താ ചെയ്യുക. ഞാൻ പറഞ്ഞു ഒരു ദിവസം നോക്കട്ടെ വരാമെന്നെല്ലാം പറഞ്ഞ്. അപ്പോൾ ഒരേ ആൾക്കാർ പുതിയ ആൾക്കാർ വീടും കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം പറിച്ച് ഞങ്ങൾ പിന്നെ വേഗം പോവുകയാണ് കേട്ടോ. അന്ന് രാത്രി തന്നെയാണ് എൻ്റെ മരുമോൻ്റെ കൂടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അവൻ്റെ എളാപ്പ മരിച്ചിട്ടുള്ള ദിവസമായിരുന്നു ഒന്നാമത്തെ. അപ്പോൾ അവിടെ ഒരു ദുആ ചെയ്യലുണ്ടായിരുന്നു രാത്രി. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ പോയിട്ട് വേണം ഫുഡെല്ലാം ഉണ്ടാക്കാൻ. അതുകൊണ്ട് ഞങ്ങളൊന്നും നിന്നില്ല. അവിടെയും രാത്രി അവിടെ ഇരുന്നു ഇന്നലെ രാത്രി. അപ്പോൾ ഇതന്നെയാണ് എൻ്റെ ജീവിതം. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ല, ഖത്തറിന്ന് വന്നാലും അത് എപ്പം വന്നിട്ടുണ്ടെങ്കിൽ ഓരോ ആൾക്കാർ എന്നെ വിളിച്ചും കൊണ്ട് നിൽക്കും. അവിടെ പോവുക, ഫുഡ് കഴിക്കുക, അടിച്ചു പൊളിക്കുക, ചെയ്താണ്. ഇനിയിപ്പോൾ ഒന്ന് തൊട്ടിൽപ്പാലം പോകണം. അങ്ങനെ കുറച്ച് പരിപാടികളെല്ലാം ഉണ്ട്. തൊട്ടിൽപ്പാലം ഇത്താത്താൻ്റെ അവിടെ അങ്ങനെയെല്ലാം വിളിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ് സമാധാനപ്പെട്ടോളൂ, ഞാൻ ജൂൺ വരെ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഓരോ സമാധാനപ്പെടുത്തിയതാണ്. ആദ്യം കല്യാണം ഒന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ തിരക്കാണ്. ഇതാണ് എൻ്റെ അവസ്ഥ നാട്ടിൽ വന്നാലും. അപ്പോൾ ഞാൻ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് വരാനപ്പോൾ ഇവള് കാണാനായിട്ട് ഓളല്ല, ഓളെ കുഞ്ഞിനുണ്ട്, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഓളെ കാണിച്ചിട്ടെല്ലാം ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ബർത്ത്ഡേ ഒരു പരസ്യത്തിലെല്ലാം ഉണ്ട് മോള്, അതാണ് ഓളെ മോള്. ഭയങ്കര ഇഷ്ടമാണ്. എന്നെ കൂട്ടാൻ വരായിട്ട് ഓളെ നിൽക്കാൻ വിട്ടിട്ടില്ല ഞാൻ വന്നെന്ന് പറഞ്ഞിട്ട്. അതെൻ്റെ കുഞ്ഞാമ്മയാണ് പോകണം കേട്ടോ, അമ്മാൻ്റെ അനിയത്തി. അപ്പോൾ ഇതെല്ലാമാണ് എല്ലാവർക്കും എന്നോട് ഇതുവരെ പഠിച്ചവൻ എത്തിച്ചിട്ട് ഒരു കുടുംബത്തിനും എന്നോട് സ്നേഹക്കുറവോ അല്ലെങ്കിൽ നമ്മളെ മാറ്റി നിർത്തി ഒന്നും ചെയ്തിട്ടില്ല. അൽഹംദുലില്ലാ എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഇന്ന് വരണ്ട്. നാളത്തെ കാര്യം പറയാൻ പറ്റില്ല. എൻ്റെ വീട്ടുകാരാണെങ്കിലും എൻ്റെ മോളാണെങ്കിലും എൻ്റെ മരുമോനാണെങ്കിലും എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിയാണെങ്കിലും എല്ലാവരും എന്നോട് ഭയങ്കര സ്നേഹമാണ്. അന്നും ഇന്നും എന്നും ഒരേപോലെ ഇങ്ങനെ നിന്ന് പോകുന്നുണ്ട്. അൽഹംദുലില്ലാ അങ്ങനെ തന്നെ നിന്ന് പോകാൻ എല്ലാവരും ദുആ ചെയ്യണം. എനിക്കത് മാത്രമേ ഉള്ളൂ എൻ്റെ ജീവിതത്തിൽ. ഇവരെല്ലാവരും എൻ്റെ കൂടെ നിന്ന് ഇങ്ങനെ ജീവിച്ച് പോകുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ, വേറെ ഒന്നുമല്ല. നമ്മൾ അവ്വാച്ചിയും ഇത് നമ്മളെ ഓളപ്പാൻ്റെ കല്യാണം കഴിഞ്ഞ് അതിലുള്ള കുഞ്ഞനുമാണ് കേട്ടോ. എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ്. അപ്പം ഞങ്ങളിങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം വിശേഷങ്ങൾ. അങ്ങനെ ഞങ്ങൾ തിരിച്ചപ്പം മരുമോനും കണ്ട് അമ്മായിൻ്റെ കൂടെ വന്നിട്ടില്ല കേട്ടോ. ഓൻ പറഞ്ഞ് വേഗം വാ, ഓനും കൂടി ഉണ്ടെങ്കിൽ നേരം പോകും എന്നിട്ട് ഓൻ പറഞ്ഞ് ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിട്ട് വേഗം വരണമെന്ന് പറഞ്ഞ് ഓൻ വണ്ടിയിൽ നിന്ന് 1 മണിക്കൂർ അങ്ങനെ ആയി. പിന്നെ പോയി നിങ്ങളെന്താ കാട്ടുന്നതെന്നെല്ലാം ചോദിച്ച്. അപ്പോൾ ഇവിടെയും പരിപാടി ആയതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങളിതാ പിന്നെ ഇവിടുന്ന് ഞങ്ങൾ നെല്ലിക്ക വാങ്ങുന്നുണ്ട് കേട്ടാ. ഇവിടുന്ന് യാത്രയെല്ലാം പറഞ്ഞു പോയി. പിന്നെ നെല്ലിക്കെല്ലാം വാങ്ങി, പൈനാപ്പിളെല്ലാം വാങ്ങിയിട്ടാണ് തിരിച്ചത്. അതാണ് എൻ്റെ ആങ്ങളുടെ ഓൾക്ക് അറിയാണ് ഞങ്ങളെ കൂടെ വരണമെന്ന്. എന്നാലും ഉമ്മ ഇല്ലാതെ നിൽക്കൂല കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്ന വായോ ഉമ്മ മറ്റന്നാൾ വരുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ സായിമ അമ്മയും കൊണ്ടുവരണം എന്ന് പറഞ്ഞ് കരയാണ്. ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഈ ചേച്ചീൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾ നെല്ലിക്കയും പൈനാപ്പിളും വാങ്ങി, മധുരനെല്ലിക്ക വേണമെന്ന് പറഞ്ഞ് മോക്ക് അതെല്ലാം വാങ്ങിക്കൊടുത്തു. ഞങ്ങൾ തിരിച്ച് ഞങ്ങളെ വീട്ടിലോട്ട് പോയി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ഇഷ്ടപ്പെട്ടാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. പിന്നെ
അപ്പോൾ ഇന്ന് ഞാൻ ചിലപ്പോൾ ലൈവ് വരും, സമയം ഞാൻ ഇടാം ഇൻഷാ അള്ളാ. എല്ലാവരും വരിക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഈ ചേച്ചി ഇങ്ങനെ പറയുകയാണിത് സൂപ്പറാണെന്ന്. പക്ഷേ എനിക്ക് തോന്നിയത് ഇത് വെയിലുകൊണ്ട് കുറച്ചൊന്ന് വാടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വെയിലിൻ്റെ ഒരു ചുവ ഉണ്ടായിരുന്നു മാങ്ങക്ക്. ഇവരെല്ലാം പറഞ്ഞ് ഇവർക്കൊന്നും കുഴപ്പമില്ലാന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ നാട്ടിലോട്ട് മാനന്തവാടി തിരിച്ചു.